നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. ആത്മനിഷ്ഠാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അഭിമുഖം, സർവേ രീതി, ക്ലിനിക്കൽ രീതി, പ്രക്ഷേപണ രീതി, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി, കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം. ആത്മനിഷ്ഠാ രീതി. ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കുണ്ടായത് ഇൻട്രോ, സ്പെക്കീർ എന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ്. ഇൻട്രോ എന്ന വാക്കിനർത്ഥം ഇൻവേർഡ് അല്ലെങ്കിൽ വിത്ത് ഇൻ. സ്പെക്കീർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലുക്ക് അറ്റ്. ഇൻട്രോസ്പെക്ഷൻ എന്നാൽ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ് എന്നാണ്. ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠാ രീതി. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മനിഷ്ഠാ രീതിയുടെ പ്രമുഖ വക്താക്കൾ ആണ് വില്യം വുഡ്, എഡ്വേർഡ് റിച്നർ എന്നിവർ. കുട്ടികളിലും അസാധാരണ മാനസിക അവസ്ഥകൾ ഉള്ളവരിലും ഈ രീതി പ്രയോഗിക്കാൻ കഴിയില്ല. നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി. നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് ഭാവഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നിരീക്ഷണം ഫലപ്രദമാകാൻ അനിവാര്യമായ ഘടകങ്ങൾ കൃത്യമായ ആസൂത്രണം, ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം, ക്യാമറ, ടേപ്പ്, പട്ടികകൾ തുടങ്ങിയവ, നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം, വസ്തുനിഷ്ഠമായ സമീപനം. പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തഡ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് വില്യം വുഡ് ആണ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വുഡ് 1879 ജർമ്മനിയിലെ ലിപ്സിങ്ങിൽ ആണ്. പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദക ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖക്കാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിമുഖത്തിൻ്റെ വിജയം. അഭിമുഖം രണ്ട് തരമുണ്ട്: സുഘടിതം സ്ട്രക്ചേർഡ്, സുഘടിതമല്ലാത്തത് അൺസ്ട്രക്ചേർഡ്. അഭിമുഖ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജനാഭിപ്രായം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരും ആണ്. സർവേ രീതി, സർവേ മെത്തേഡ്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ സഹായകരമായ രീതിയാണ് സർവേ രീതി. പരീക്ഷണ നിരീക്ഷണ പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാം. സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ: ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനങ്ങളിലെത്തൽ. ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്കൽ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്. ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധനകൾ. സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ചത് JL മൊറീനോ ആണ്. സാധാരണഗതിയിൽ സഹസമൂഹങ്ങളിലാണ് ഇത്തരം പഠനം നടത്താറുള്ളത്. സാമൂഹിക മിതിയിൽ നിന്ന് താരങ്ങളെയും അല്ലെങ്കിൽ സ്റ്റാറുകളെയും
ക്ലിക്കുകളെയും ക്ലിക്സിനെയും ഒറ്റപ്പെട്ടവരെയും ഐസൊലേറ്റ്സിനെയും തിരിച്ചറിയാൻ അധ്യാപകന് സാധിക്കുന്നു. അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ്. 3-4 അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ഉപസംഘമാണ് ക്ലിക്സ്. പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകളാണ് ദ്വന്ദ്ങ്ങൾ. മറ്റാരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളാണ് ഒറ്റപ്പെട്ടവർ ഐസൊലേറ്റ്സ്. പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് മെത്തേഡ്സ്. വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങൾ: റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷ ഇങ്ക് ബോൾഡ് ടെസ്റ്റ്, തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ്, പദസഹചര്യത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാക്യപൂരണ പരീക്ഷ, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സഞ്ചിത രേഖ കുമുലേറ്റീവ് റെക്കോർഡ്. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് സഞ്ചിത രേഖ. സഞ്ചിത രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ: കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താൽപ്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ. ഉപാഖ്യാന രേഖ അനഡോക്കൽ റെക്കോർഡ്. കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന മേഖല. ഉപാഖ്യാന രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ: പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ. ചെക്ക് ലിസ്റ്റ് വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കാനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു. റേറ്റിംഗ് സ്കെയിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിലുള്ളത്. ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. 3 മുതൽ 11 വരെ റേറ്റിംഗ് തലങ്ങളുള്ള വിവിധ റേറ്റിംഗ് സ്കെയിലുകൾ നിലവിലുണ്ട്. പ്രസിദ്ധ റേറ്റിംഗ് സ്കെയിലുകൾക്ക് ഉദാഹരണം: ലിക്കേർട്ട് സ്കെയിൽ 5 പോയിൻ്റ് റേറ്റിംഗ്, തേർഡ്സൺ സ്കെയിൽ 11 പോയിൻ്റ് റേറ്റിംഗ്. പൊതുവെ റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കുമ്പോൾ അനുകൂല പ്രസ്താവനകൾക്കും അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രതികൂല പ്രസ്താവനകൾക്കും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനും തുല്യ പരിഗണന നൽകാറുണ്ട്. ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനയർ ദത്തശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി. വിവരശേഖരണത്തിന് താരതമ്യേന പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭവും ഉള്ളതുമായ ഒരു ഉപാധിയാണ് ചോദ്യാവലി. 2 തരം ചോദ്യാവലികളുണ്ട്: ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി, ഓപ്പൺ എൻഡഡ് ചോദ്യാവലി. പ്രതികരിക്കുന്നയാൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി. തിരഞ്ഞെടുക്കാൻ ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടില്ലാത്ത ചോദ്യാവലി അല്ലെങ്കിൽ പ്രതികരിക്കുന്നയാൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം എന്നതാണ് ഓപ്പൺ എൻഡഡ് ചോദ്യാവലി. സാമൂഹ്യ സ്വീകാര്യത പ്രതികരണങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത ചോദ്യാവലിയുടെ ഒരു പരിമിതിയാണ്. കേസ് സ്റ്റഡി ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി. സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഠന രീതിയാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന മേഖലകൾ ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത്. കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങൾ: കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, സ്ഥിതി വിവര ശേഖരണം, വിവര വിശകലനം, സമുന്നയിപ്പിക്കൽ അല്ലെങ്കിൽ സിന്തസിസ്, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ക്രിയാഗവേഷണം.
ക്രിയാ ഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവാണ് സ്റ്റീഫൻ എം കോറി. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണശക്തിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠനരീതിയാണ് ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ട വിവിധ ഘട്ടങ്ങൾ: വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ, പരികൽപ്പനകൾ രൂപീകരിക്കൽ, പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ, സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.